നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രധാന തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഇന്നത്തെ പത്രങ്ങളിലൂടെ ആദ്യം തന്നെ മലയാള മനോരമ പത്രമാണ്. മനോരമയിൽ ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്ന വാർത്ത കടയിലെ സംഘർഷം തടയാനെത്തിയ പോലീസുകാരനെ ചവിട്ടിക്കൊന്നു എന്ന വാർത്തയാണ്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് സംഭവം കോട്ടയം തെള്ളകത്ത് ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം പ്രതി അറസ്റ്റിൽ എന്ന ഹൈലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട ശ്യാംപ്രസാദിന്റെ ചിത്രവും ഒപ്പം നൽകിയിട്ടുണ്ട്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാംപ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ജിബിൻ ജോർജിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്ത കാഴ്ചപ്പാട് പേജിൽ നൽകിയിട്ടുണ്ട്. പേജ് 8 അത് ലഭ്യമാണ്. തൊട്ടരികിലായി കിഫ്ബിയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ശുപാർശ അംഗീകരിച്ച് മുഖ്യമന്ത്രിയുടെ യോഗം, കിഫ്ബി റോഡിലും ടോൾ എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ് പരിഗണിക്കുന്നത് 50 കോടിയിലേറെ ചിലവുള്ള റോഡും പാലവും എന്നൊരു ഹൈലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം മന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെയും അതുപോലെ മന്ത്രി പി രാജീവിന്റെയും മന്ത്രി കെ രാജന്റെയും പ്രതികരണങ്ങളും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ KSRTC TDF പണിമുടക്ക് തുടങ്ങി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം ട്രംപ് ഇഫക്റ്റ് $1 87.29 രൂപ വീണു എന്ന തലക്കെട്ടോടെയുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതിലെ 2 ഹൈലൈറ്റുകൾ സെൻസെക്സ് നിഫ്റ്റി ഓഹരി സൂചികകളിൽ ഇടിവ്, ലോകമെങ്ങും കറൻസി ഓഹരി തകർച്ച എന്നിങ്ങനെയുള്ള 2 ഹൈലൈറ്റുകളാണ് ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നത്. കൂടാതെ മെക്സിക്കോ വഴങ്ങി താൽക്കാലിക ഇളവ് എന്ന തലക്കെട്ടോടെ ഒരു സബ് സ്റ്റോറിയും ഈ വാർത്തയ്ക്കുള്ളിൽ നൽകിയിരിക്കുന്നതായി കാണാം. ഇതേ വാർത്തയുടെ ഒടുവിലായി ഇടിവ് നേട്ടമാക്കി പ്രവാസികൾ എന്ന ഒരു സബ് സ്റ്റോറിയും കാണാൻ സാധിക്കും. കൂടാതെ ബിസിനസ് പേജിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്ത ലഭ്യമാണ്. പേജ് 10 ഇനി മനോരമയുടെ ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്ത ഗുഗേഷിനെ കീഴടക്കി പ്രജ്ഞാനന്ദ എന്ന വാർത്തയാണ്. ആ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ കായികം പേജിലുണ്ടാകും. പേജ് 14 അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത വോട്ട് ചേർത്ത് അട്ടിമറി എന്ന തലക്കെട്ടോടെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് ജനങ്ങളുടെ സുരക്ഷിതമായ വോട്ട് കൊണ്ടാണെന്നും അത് സാധ്യമായില്ലെങ്കിൽ ഭരണഘടന ഒന്നുമല്ലെന്നും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ലോക്സഭയിൽ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. കൂടാതെ മഹാരാഷ്ട്രയിൽ 5 മാസത്തിനുള്ളിൽ 70 ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർത്തെന്ന് രാഹുൽ ഗാന്ധി എന്ന ഒരു ഹൈലൈറ്റും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. കൂടാതെ കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി ലോക്സഭയിൽ ആരോപണം എന്ന ഒരു സബ്ഹെഡും ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ നൽകിയിരിക്കുന്നതായി കാണാം. തൊട്ടരികിലായി വ്യാപാര യുദ്ധം തകർന്ന് ഓഹരി വിപണികൾ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ചരിത്ര ഇടിവ്, ഡോളറിനെതിരെ രൂപ 87 കടന്നു എന്നതാണ്. മറ്റൊരു ഹൈലൈറ്റ് മെക്സിക്കോയ്ക്കെതിരെ തീരുവ നടപ്പാക്കുന്നത് 1 മാസത്തേക്ക് നീട്ടി എന്ന ഒരു ഹൈലൈറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ചന്ദ്രിക ടാൻഡന് ഗ്രാമി അവാർഡ് ലഭിച്ചതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെയായി കള്ളക്കടലിന് സാധ്യത എന്ന വാർത്തയും മാധ്യമത്തിൽ നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമപത്രത്തിന്റെ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. വെടിനിർത്തൽ 2ാം ഘട്ട ചർച്ച ആരംഭിക്കണമെന്ന് ഖത്തർ എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. റെയിൽവേ ബജറ്റിൽ കേരളത്തിന് 3042 കോടി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി കിഫ്ബി റോഡുകളിലും ടോൾ പിരിക്കാൻ ആലോചന എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്ത CPM രാഷ്ട്രീയ നയത്തിൽ മാറ്റമില്ല, കോൺഗ്രസ് സഹകരണം തുടരും എന്ന തലക്കെട്ടോടെ കോൺഗ്രസുമായി സഹകരണം എന്ന രാഷ്ട്രീയ നയത്തിൽ മാറ്റം വരുത്താതെ CPM രാഷ്ട്രീയ കരട് പ്രമേയം എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത കേരളത്തിന് വീണ്ടും നിരാശാവണ്ടി എന്ന തലക്കെട്ടോടെ ഇത്തവണത്തെ റെയിൽവേ ബജറ്റിൽ വിശദാംശം പുറത്തു വന്നപ്പോൾ കേരളത്തിന് വീണ്ടും നിരാശ, പുതിയ വണ്ടികളോ പദ്ധതികളോ ഇല്ല, കേരളത്തിനുള്ള നീക്കിവെപ്പ് 3042 കോടി രൂപ എന്ന തരത്തിലാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. റെയിൽവേയിലും പുതുതായി ഒന്നുമില്ല എന്നൊരു സബ്ഹെഡ് കൂടെ ഈ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. മെക്സിക്കോ തീരുവ മരവിപ്പിച്ച് ട്രംപ് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. കൂടാതെ ഒയാസിസ് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത 2 വർഷം മുൻപേ സർക്കാർ ഒത്താശ ചെയ്തു VD സതീശൻ എന്ന തലക്കെട്ടോടെ VD സതീശന്റെ ഒരു പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിലായി പോലീസുകാരനെ ചവിട്ടി കൊലപ്പെടുത്തിയ ആ ഒരു വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ ടോളിൽ തികയ്ക്കും എന്ന തലക്കെട്ടോടെ കിഫ്ബി റോഡ് പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ദേശീയപാതകളിൽ ഏകീകൃത ടോൾ നയം എന്ന ഒരു സബ് സ്റ്റോറി കൂടി ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. കൂടാതെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴേക്ക് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. മിഹിറിന്റെ മരണം, NOC ഇല്ലെങ്കിൽ സ്കൂളുകൾക്ക് പൂട്ടിടും എന്ന തലക്കെട്ടോടെ താമസിച്ചിരുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് ചാടി 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിറിൻ ജീവനൊടുക്കിയ സംഭവത്തിൽ സ്കൂളുകൾക്ക് പൂട്ടുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തെളിവെടുപ്പ് എന്ന തരത്തിലാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിലായി
പാതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും 100 കോടി തട്ടി എന്ന തലക്കെട്ടോടെ ഒരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും വാഗ്ദാനം ചെയ്ത് ഒരു സംഘടനയുടെ പേരിൽ സംസ്ഥാന വ്യാപകമായി തട്ടിയെടുത്തത് 100 കോടിയിലധികം രൂപ എന്ന തരത്തിലാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്ത പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന വാർത്ത കരട് രാഷ്ട്രീയ പ്രമേയം പുറത്തിറക്കി കരുത്തു കൂട്ടും എന്ന തലക്കെട്ടോടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലാതെയും CPIM-ന്റെ സ്വതന്ത്ര കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുകയും 24-ാം പാർട്ടി കോൺഗ്രസിലേക്കുള്ള കരട് രാഷ്ട്രീയ പ്രമേയം എന്ന തരത്തിലാണ് ഈ വാർത്ത പുരോഗമിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ പോലീസുകാരനെ ചവിട്ടിക്കൊന്നു, പ്രതി പിടിയിൽ എന്ന വാർത്ത ദേശാഭിമാനിയിൽ നൽകിയിട്ടുണ്ട്. തൊട്ടരികിൽ ബ്രഹ്മപുരത്ത് ക്രിക്കറ്റ് കളിക്കാമെന്ന തലക്കെട്ടോടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് മുൻപത്തെയും ഇപ്പോഴത്തെയും അവസ്ഥ കാണിച്ചുകൊണ്ട് ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് മാലിന്യമുക്തമായതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അന്ന് ഇന്ന് എന്ന തലക്കെട്ടോടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അന്ന് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ് എന്നിങ്ങനെയുള്ള 2 ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ KPCC റിപ്പോർട്ട് പുറത്ത്, തൃശൂരിൽ BJP ജയിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കൾ എന്ന തലക്കെട്ടോടെയുള്ള വാർത്തയും, ട്രംപിന്റെ ഇറക്കുമതി നയം രൂപ ഇടിഞ്ഞു, ഓഹരി വിപണിയിലും നഷ്ടം എന്ന വാർത്തയും, വിഷുവിന് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന വാർത്തയും നൽകിയിരിക്കുന്നതായി കാണാം. തൊട്ടുതാഴെ അംഗനവാടിയിലെ ഭക്ഷണ മെനുവും പരിഷ്കരിക്കും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഡൽഹി നാളെ വിധിയെഴുതും എന്ന തലക്കെട്ടോടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ദീപികയാണ്. ദീപികയിൽ മറ്റു പത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പോലീസ് ഓഫീസറെ ഗുണ്ട ചവിട്ടിക്കൊന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. കോട്ടയം ഏറ്റുമാനൂരാണ് സംഭവം. പോലീസ് ഓഫീസറെ ഗുണ്ട ചവിട്ടിക്കൊന്നു എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ വ്യാപാര യുദ്ധം 2.0 ട്രംപ് ഒരടി പിന്നോട്ട് എന്ന വാർത്തയും, വരുന്നു ടോൾ കാലം എന്ന തലക്കെട്ടോടെയുള്ള വാർത്തയും നൽകിയിരിക്കുന്നതായി കാണാം. കൂടാതെ ഒയാസിസിന് വേണ്ടി സർക്കാർ മദ്യനയം മാറ്റി, പ്രതിപക്ഷ നേതാവ് എന്ന തലക്കെട്ടോടെ പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ഒയാസിസ് കമ്പനിയുമായി ബന്ധപ്പെട്ട VD സതീഷിന്റെ പ്രതികരണമാണ് വാർത്തയെ നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി മണിപ്പൂർ കലാപം, ബിരേൻ സിംഗിന്റെ ശബ്ദരേഖ പരിശോധിക്കാൻ സുപ്രീം കോടതി എന്ന വാർത്തയെ നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിക്കാൻ മന്ത്രി MB രാജേഷ് എത്തിയതിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. തൊട്ടരികിൽ റെയിൽവേ വിഹിതം 3042 കോടി, കേരളത്തിന് നമോ ഭാരത് ട്രെയിൻ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സംസ്ഥാന പാതകളിൽ ടോളിന് നീക്കം എന്ന വാർത്തയെ നൽകിയിരിക്കുന്നതായി കാണാം. പോലീസിനെയും കൊന്നു എന്ന തലക്കെട്ടോടെ കോട്ടയം ഏറ്റുമാനൂരിൽ നടന്ന പോലീസ് ഓഫീസറുടെ മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത കൗമുദി നൽകിയിട്ടുണ്ട്. ക്രിമിനലിന്റെ ചവിട്ടിയിട്ട് പോലീസുകാരന് ദാരുണ അന്ത്യം എന്ന സബ്ഹെഡും ഈ വാർത്തയ്ക്കുള്ളിൽ നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി കൗമുദി നൽകിയിരിക്കുന്നത് കൗമുദിയുടെ ഒരു ഇമ്പാക്ട് സ്റ്റോറിയാണ്. ആർമി ടവറുകൾ പുനർനിർമ്മിക്കും എന്ന തലക്കെട്ടാണ് ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിലത്തെ പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് വസന്ത പഞ്ചമിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. വസന്ത പഞ്ചമി ദിവസം ത്രിവേണി സംഗമത്തിൽ അമൃത സ്നാനം ചെയ്യുന്ന ഭക്തരുടെ ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കോളം വാർത്തയും നൽകിയിട്ടുണ്ട്. തൊട്ടരികിൽ റെയിൽവേ വികസനം കേരളത്തിന് 3042 കോടി എന്ന തലക്കെട്ടോടെയുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ നൽകിയിരിക്കുന്നത് വഴിഞ്ഞൊഴുകി രാഹുലിന്റെ ചൈനീസ് പ്രേമം എന്ന തലക്കെട്ടോടെയുള്ള വാർത്തയാണ്. ഭാരതത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ ചൈനയുടെ വക്താവായി രംഗത്ത് വന്നു എന്ന തരത്തിലാണ് ജന്മഭൂമി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ കിഫ്ബി റോഡുകൾക്കും ടോൾ വരുമെന്ന വാർത്തയും, ദില്ലിയിൽ നാളെ വോട്ടെടുപ്പ് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. കൂടാതെ തപസ്യ സുവർണോത്സവം ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന വാർത്ത നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസ് CPM-കാരുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. തൊട്ടരികിൽ രാഹുൽ കള്ളം പറഞ്ഞു, രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർത്തു, ഡോക്ടർ ജയശങ്കർ എന്ന തലക്കെട്ടോടെയുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായാണ് കോട്ടയം ഏറ്റുമാനൂര് പോലീസുകാരനെ ആക്രമിച്ച് ചവിട്ടിക്കൊന്ന വാർത്ത അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് ചവിട്ടിക്കൊന്നു എന്ന തലക്കെട്ടാണ് ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്.